പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് രണ്ട് ചില നഗ്നമായ സത്യങ്ങൾ ഈ ദിവസങ്ങളിൽ നടന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. മറ്റൊന്നുമല്ല, ചില കാര്യങ്ങളിൽ നമ്മൾ ജാഗ്രതയോടുകൂടെ ആയിരിക്കണം എന്നാണ് എനിക്ക് മുഖവരിയില്ലാതെ പറയാനുള്ളൂ. അതായത്, നമുക്കറിയാം, നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവസങ്ങളായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഇപ്പോഴും. എന്നാൽ പൂർണ്ണ ആരോഗ്യവാനായിട്ട് മാർപ്പാപ്പ തിരിച്ചു വരുന്നു എന്നുള്ള ശുഭസൂചനകൾ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ലോകം ഇത്രത്തോളം നെഞ്ചിലേറ്റിയ ഒരു പ്രവാചകൻ, ഇത്രമാത്രം ഒരു പ്രാർത്ഥന കിട്ടിയ ഒരു വ്യക്തി, മാർപ്പാപ്പയുടെ പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തി പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത്രമാത്രം പ്രാർത്ഥനകൾ അന്തരീക്ഷത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തി. അതുകൊണ്ട് വചനം പറയുക, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ദൈവസന്നിധിയിലെത്തിയ പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടു തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് മാർപ്പാപ്പ പൂർണ്ണ ആരോഗ്യവാനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി എന്നുള്ള ശുഭസൂചന നമ്മൾക്ക് ലഭിക്കുക. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ഇത്രമാത്രം ഒരു വ്യക്തിയുടെ മരണത്തിന് വേണ്ടി, ആ വ്യക്തിയുടെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടിയ ഒരു കാലഘട്ടവും ഉണ്ടായിട്ടുണ്ടോ? മാർപ്പാപ്പ ആശുപത്രിയിലായ അന്നു മുതൽ ചില വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് മാർപ്പാപ്പയുടെ മരണം പോലും ആഘോഷമാക്കി മാറ്റുവാൻ, ആ മരണം പോലും ഏത് വിധേനയും നേടിയെടുക്കുവാൻ ചില സംഘടിത ശക്തികൾ, ദുഷ്ടശക്തികൾ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെയും ചില തെളിവുകളെല്ലാം നമ്മൾ കണ്ടിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ. മാർപ്പാപ്പയുടെ സ്വർഗയാത്ര പോലും വാർത്തയാക്കി അതിൽ നിന്ന് പണൽ കൊയ്യുവാൻ ചിലരൊക്കെ ചില വാർത്തകൾ സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതും മറക്കാനാവാത്ത ചില കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനികളെ ദൈവം രക്ഷിക്കുന്നവനല്ല, അങ്ങനെ ഒരു ദൈവം ഇല്ല എന്ന് വരുത്തി തീർക്കുവാൻ ചില നിരീശ്വരവാദികളുടെ ശ്രമവും ഇവിടെ പരാജയപ്പെടുകയാണ് എന്ന് വേണം നമ്മൾ ഞാൻ ആരെയും വെല്ലുവിളിക്കുകയല്ല, മറിച്ച് വെല്ലുവിളിച്ചവർക്കുള്ള ഒരു മറുപടിയാണ്. നമുക്കറിയാം, എന്തിനേറെ നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിലെ ധ്യാന ഗുരുക്കന്മാരെ പോലും അവഹേളിക്കത്തക്ക വിധം പല പ്രസ്താവനകളും നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. അതിനർത്ഥം ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുക എന്ന ചിലരുടെ തന്ത്രമാണ് ഇവിടെ പരാജയപ്പെടുക. പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ നമ്മൾ അതുകൊണ്ട് തന്നെ ജാഗരൂകരായിരിക്കണം. നിങ്ങൾക്കറിയാമോ, മാർപ്പാപ്പയുടെ ഫോട്ടോ പോൺ സൈറ്റുകളിൽ പോലും അപ്ലോഡ് ചെയ്ത് ആ ഫോട്ടോ വാർത്തകൾ നമ്മൾ മാർപ്പാപ്പയെക്കുറിച്ചുള്ള വാർത്തകളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ലിങ്കിലേക്ക് കയറുമ്പോഴാണ് ചിലരൊക്കെ പരാജയപ്പെടുക. അത് മാർപ്പാപ്പയെക്കുറിച്ചുള്ള വാർത്തകളല്ല, പോൺ സൈറ്റുകളിലേക്ക് പോലും ആകർഷിക്കുവാൻ തക്ക വിധം ചില ദുഷ്ടശക്തികൾ ഈ കാലഘട്ടത്തിൽ രൂപാന്തരപ്പെട്ടു എന്നുള്ളതും മറക്കാനാവാത്ത ചില സത്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ കാലഘട്ടം നൽകുന്ന സൂചനകൾ എന്താണ് പ്രിയമുള്ളവരെ? തെറ്റായ മാധ്യമ പ്രവർത്തനം, എങ്ങനെയും കാശുണ്ടാക്കുക. പ്രിയമുള്ളവരെ, ജനിച്ചാൽ ഒരു വ്യക്തി മരിക്കണം. മാർപ്പാപ്പയെക്കുറിച്ചുള്ള ദൈവഹിതം ദൈവമേ നടക്കട്ടെ എന്നാണ് ഓരോ ക്രിസ്ത്യാനിയും ചങ്കുകൂട്ടി പ്രാർത്ഥിച്ചത്. ഈ കാലഘട്ടത്തെ നയിക്കുവാൻ മാർപ്പാപ്പയെ വീണ്ടും ഒരുക്കിയെടുക്കണമെങ്കിൽ അങ്ങയുടെ തിരുഹിതം നടക്കണം, അതല്ല മറിച്ചാണെങ്കിൽ അതും അങ്ങയുടെ ഹിതമാണ് എന്ന് മാത്രമേ ഓരോ വിശ്വാസിയും പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. പക്ഷെ ചിലരൊക്കെ അത് പരമാവധി മുതലെടുത്തു. മാർപ്പാപ്പയുടെ രോഗത്തെ പോലും പർവ്വതീകരിച്ച് മാർപ്പാപ്പ പറഞ്ഞിരുന്നു, എൻ്റെ എല്ലാ രോഗകാര്യങ്ങളും ലോകത്തെ അറിയിക്കണം. പക്ഷേ നമുക്കറിയാം, ഏതൊരു രോഗം വന്നാലും മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും. ഇപ്പം കിഡ്നിയിലേക്ക് വ്യാപിച്ചാൽ അത് അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി കിഡ്നി തകർന്നു, കിഡ്നി അടിച്ചുപോയി എന്നൊക്കെ രീതിയിലുള്ള വ്യാജ വാർത്തകൾ ചിലരൊക്കെ വലിയ തോതിൽ അത് പർവ്വതീകരിച്ച് ബ്രേക്കിംഗ് ന്യൂസായി കൊടുക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യിക്കത്തക്ക വിധം പലരും സംഘടിച്ചു എന്നുള്ളത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ നമ്മൾ ജാഗ്രതയോടുകൂടെ വർത്തിക്കണമെന്നാണ് എനിക്ക് ഇന്നത്തെ ഈ ദിവസം പറയാനുള്ളത്. മാർപ്പാപ്പ സുഖം പ്രാപിച്ച് വരികയാണ്, വരട്ടെ. ഈ കാലഘട്ടത്തെ നയിക്കുവാൻ, പ്രവാചക ധീരതയോടെ നയിക്കുവാൻ ദൈവം നമുക്കൊരുക്കിയ ഒരു നല്ലൊരു വ്യക്തി തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ, പാവങ്ങളുടെ മാർപ്പാപ്പ. അതുകൊണ്ട് മാർപ്പാപ്പയുടെ പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ കാലഘട്ടം ദുഷ്ടനൊരുക്കുന്ന കെണികളെക്കുറിച്ചും കൂടെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കണം. നമ്മുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യത്തക്ക വിധം
ചിലർ സംഘടിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ ദിവസങ്ങളിൽ മുഴുവൻ നമ്മൾ കണ്ടത്. ഇപ്പം ആർക്കും മാർപ്പാപ്പയുടെ രോഗാവസ്ഥയെക്കുറിച്ച് വാർത്ത കൊടുക്കാനില്ല. ഇപ്പം ആർക്കും ബ്രേക്കിംഗ് ന്യൂസ് ഇല്ല. ഇതാണ് ചിലരുടെയെല്ലാം മാധ്യമധർമ്മത്തിൻ്റെ ഏറ്റവും നീചമായ പ്രവൃത്തി നമ്മൾ തിരിച്ചറിയണം. ചെറിയ വാർത്തയെ പർവ്വതീകരിച്ചു കൊടുക്കുക, അതുവഴി ലാഭം കൊയ്യുക, ചില വീഡിയോയ്ക്ക് റീച്ച് കിട്ടുവാൻ, പബ്ലിസിറ്റി കിട്ടുവാൻ, അതിൽ നിന്ന് വാച്ചിങ് അവർ കിട്ടി പൈസ നേടുവാൻ ചിലരൊക്കെ ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഒരുങ്ങിയിരിക്കാം. അങ്ങനെയുള്ളൊരു ദുഷിച്ച കാലഘട്ടമാണ്, നന്മയുടെ കാലഘട്ടമല്ല ഇത്. അതിൻ്റെ നേർസാക്ഷ്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കി തരുവാൻ വേണ്ടി മാത്രമാണ് ഈ ദിവസങ്ങളിൽ ദൈവം ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ നമ്മളെ കൊണ്ടുപോയത്. വിശ്വാസം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടും. പക്ഷേ അടിയുറച്ച് ബോധ്യത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് ദൈവത്തിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുവാൻ നമ്മൾക്ക് കഴിയട്ടെ. കിംവദന്തികളിൽ നമ്മൾ വ്യാപരിക്കരുത്. ഇന്ന് നവമാധ്യമങ്ങൾ കൂടുപോലെ പൊന്തിക്കൊണ്ടിരിക്കുക. ഉപയോഗിക്കാൻ അറിയാത്തവരുണ്ട്. നമ്മുടെ വിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. ഇതൊരു നല്ല സൂചനയല്ല. ചിലരൊക്കെ തെറ്റായ രീതിയിലാണ് മാധ്യമങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചത്. മാർപ്പാപ്പയുടെ രോഗാവസ്ഥയെ വെച്ചുകൊണ്ട് തന്നെ പലരും അതിൽ നിന്ന് പണം കൊയ്യാൻ നോക്കിയിരുന്നു. നിരീശ്വരവാദികൾ പടക്കം വാങ്ങി കാത്തിരുന്നു ആഘോഷമാക്കി മാറ്റാൻ മാർപ്പാപ്പയുടെ മരണത്തെ പോലും. നമുക്കിവരുടെ എല്ലാം തന്ത്രങ്ങളെ, കുടില തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വീണ്ടും മാർപ്പാപ്പയുടെ പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടി തീഷ്ണതയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ കരങ്ങളുയർത്താം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.